ഈ സംഘടനയുടെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് ബാബു ജോസഫ് തന്നെയാണ് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. സ്നേഹപൂർവ്വം കടന്നു കയറാൻ അല്ലെങ്കിൽ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാഭകരമായ രീതിയിൽ കൃഷി ചെയ്യാവുന്ന ഒരു മേഖലയാണ് റംബുട്ടാനും മംഗോസ്റ്റിനും. ഒരു പഴവർഗ കൃഷി സമ്മിശ്രമായ രീതിയിൽ അതിനെ ആധികാരികമായി പറയാൻ കഴിവുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് അത്ര മേഖലയിൽ കടന്നു പോകുന്നില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അണ്ണാന്റെ ഒരു ശല്യമാണ് മംഗോസ്റ്റിൻ റംബുട്ടാൻ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മംഗോസ്റ്റിനാണെങ്കിൽ ഒരു ഫംഗസിന്റെ കീടബാധ നമ്മുടെ ഉൽപ്പന്നങ്ങളെ അത് ബാധിക്കുന്നതായിട്ട് പലപ്പോഴും കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കൃത്യമായ ഒരു വിപണി കണ്ടെത്താനും അത് മാർക്കറ്റ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അനന്തമായ സാധ്യതകൾ നമ്മളെ ഏറ്റവും ലാഭകരമാവുന്ന രീതിയിൽ സീസണിന്റെ ആദ്യത്തിലൊക്കെ ആണെങ്കിൽ നല്ല വില നമുക്ക് പലപ്പോഴും ലഭിക്കും. സംസ്ഥാനമാകുമ്പോഴാണ് വില കുറയുന്നത്. പക്ഷെ ഇപ്പോൾ ജാതിക്കയുടെയോ തെങ്ങിൻ്റെയോ ഒക്കെ വില വെച്ച് അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാഭകരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കൃഷിയാണ് മംഗോസ്റ്റിൻ. റംബുട്ടാനൊക്കെ ആണെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് തന്നെ കായ്ഫലം വരികയും നമുക്ക് കൃത്യമായി വിളവെടുക്കാനൊക്കെ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ ഒരു ശാസ്ത്രീയമായ ഒരു അവബോധം ഈ കാർഷിക മേഖലയിൽ പലപ്പോഴും നമുക്കില്ലാത്തത് കൊണ്ട്, അതിന് ഒരു ഏകോപനമില്ലാത്തത് കൊണ്ട് പലപ്പോഴും അത് ലാഭകരമായോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലോ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. തീർച്ചയായും ഇത്തരമൊരു സംഘടന മംഗോസ്റ്റിൻ റംബുട്ടാൻ, അത് ഞാൻ ആദ്യമായിട്ടാണ് ഇതൊരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. ചിലത് കുറച്ച് നാളുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ കർഷകരെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായി വിപണി കണ്ടെത്താനും ആവശ്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ, അതുപോലെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഒക്കെ കഴിയും. ആ രീതിയിൽ ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. എല്ലാ പിന്തുണയും ഈ ഒരു ആവശ്യം നിങ്ങളാരും എന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട 2 തവണ കേരള നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലസ്റ്റർ രൂപീകരിക്കണമെന്നും കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ കൊടുക്കണമെന്നും ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലെ വിഷയപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് ഈ പഴവർഗ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയ സമീപനങ്ങളുമായിട്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് തോട്ടം മേഖലയിലൊക്കെ അത്തരത്തിൽ ഈ പഴവർഗ കൃഷിയെ കൂടി ഒരു തോട്ടവിളയായി പരിഗണിക്കാമെന്നുള്ള രീതിയിൽ ഉള്ള നയ സമീപനങ്ങൾ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ രീതിയിൽ ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഈ കൂട്ടായ്മ ആ കാര്യത്തിൽ ഉപകാരപ്രദമാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വരാനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മൊബൈലിലൂടെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇതുവരെ കൊണ്ടുപോയി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സംഘടനയുടെ പേര് കേരള റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് ഓർഗനൈസേഷനാണ്. ഞാനപ്പോൾ ഇതിൻ്റെ എന്താ ഇതിന് വെറുതെ വന്നായിരിക്കും എന്നറിയാം. അപ്പോൾ ക്രാംഫോ, KRAMFO, ക്രാംഫോ എന്നാണ് നമ്മുടെ ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത്. അപ്പം ഞാനിതിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അർത്ഥം വളരെ വ്യാപ്തിയുള്ളതാണ്. ഈ ക്രാം എന്ന വാക്ക് സ്വീഡിഷ് വാക്കാണ്. സ്വീഡിഷ് ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പദമാണ് ഈ ക്രാം. അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ഹഗ് എന്നാണ്. ഹഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാരിപ്പുണരുക, കെട്ടിപ്പുണരുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഫോ, ഞാൻ അതിനെ നോക്കി, കാരണം ഇപ്പം എന്തിനും നമുക്ക് ഉള്ളമ്മാവനുണ്ടല്ലോ. അപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോൾ അത് സംസ്കൃത പദത്തിൽ കേണൽ, മേജർ, അതായത് അങ്ങനെയുള്ള വലിയൊരു സൈനിക അധിപന്മാരെ അവരുടെ നേതൃത്വം കൊടുക്കുന്നവർക്കുള്ള പദമാണ് സംസ്കൃതത്തിൽ ഫോ എന്ന് പറയുന്നത്. ഫോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ സംഘടനയുടെ അർത്ഥം വളരെ ഇതാണ്. ഈ സംഘടനയുടെ ഉദ്ദേശം തന്നെ അത്രയേ ഉള്ളൂ. ഈ റംബൂട്ടാൻ കൃഷിയും മംഗോസ്റ്റിൻ കൃഷിയും ചെയ്യുന്ന എല്ലാവരെയും കെട്ടിപ്പുണർന്നുകൊണ്ട് ഞാനും നിങ്ങളുടെ ഒപ്പമുണ്ട്, സംഘടന നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് പറയുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇന്ന് നമ്മളൊരു നിയമാവലി ഉണ്ടാക്കിയിട്ടുണ്ട്. നിയമാവലി ഇനിയും ഒരുവിധം കാര്യങ്ങൾ നമ്മൾ ജനറൽ ബോർഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ചർച്ച ചെയ്തു, പല പ്രാവശ്യം ചർച്ച ചെയ്തു. അതിനുശേഷം ആണ് ഇതിന് ഒരു രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ
മൊത്തം ബൈലോ ഇപ്പോൾ വായിക്കുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും അതിൻ്റെ ഒരു നക്ഷലായിട്ട് നമ്മൾ എങ്ങനെയാണ് അത് രൂപീകൃതമായിരിക്കുന്നതെന്ന് പറയും. കേരള റംബുട്ടാൻ ആൻഡ് മാംഗോസ്റ്റിൻ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ 3 മേഖലകളായി തിരിച്ച്, 3 മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ, എറണാകുളം മധ്യമേഖലയായിട്ടും എറണാകുളത്തിന് തെക്ക് വശത്തുള്ള പ്രദേശം തെക്കൻ മേഖലയായും തൃശ്ശൂരിന് വടക്ക് വശത്തുള്ള മേഖല, ആ ജില്ലകളെല്ലാം വടക്കൻ മേഖലയായും ആണ് നമ്മൾ 3 മേഖലകളായിട്ടാണ് ഇതിനെ കേന്ദ്രീകൃതം ചെയ്യുന്നത്. ഈ 3 മേഖലയിൽ നമുക്ക് ഈ ഓരോ വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും മേഖലകളുടെ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ആയിരിക്കുമെങ്കിലും സംഘടനയുടെ വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയുമായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ഒരു രൂപീകൃതമായിട്ട് വെച്ചിരിക്കുന്ന പരിപാടി. ഇങ്ങനെ 3 മേഖലകൾക്കും 3 വൈസ് പ്രസിഡന്റുമാർ, 3 ജോയിന്റ് സെക്രട്ടറിമാർ. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയ്ക്ക് പ്രസിഡന്റ്, സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ട്രഷറർ, പിന്നെ 6 അംഗങ്ങളടങ്ങും. അപ്പോൾ അങ്ങനെ 9 പേര് ഈ കമ്മിറ്റി വരും. 3 വൈസ് പ്രസിഡന്റുമാർ, 3 ജോയിന്റ് സെക്രട്ടറിമാർ, ട്രഷറർ, ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് വരുമ്പോൾ 9 ആയി. പകരം ഒരു 6 കമ്മിറ്റി അംഗങ്ങളെ കൂട്ടി 15 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് നമ്മൾ ഇതിൻ്റെ സെൻട്രൽ കമ്മിറ്റി ആയിട്ട് വരിക. ഇവരെ ഏകോപിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വൈസ് പ്രസിഡന്റുമാരും ജോയിന്റ് സെക്രട്ടറിമാരായിരിക്കും അതാത് മേഖലകളിലെ നേതൃത്വം നൽകുക. അവിടെ നിന്ന് നമ്മൾ 7 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി അതാത് മേഖലയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കും. പിന്നെ നമ്മൾ ഈ മേഖലകളിൽ നിന്ന് ഏറ്റവും പ്രായമായ 3 അംഗങ്ങൾ, അതാത് മേഖലകളിലെ ഏറ്റവും പ്രായമായ അംഗം നമ്മളുടെ രക്ഷാധികാരിയായിരിക്കും എല്ലാ കാലത്തും. അത് മാറില്ല. ഏറ്റവും പ്രായമായ, ഇന്നിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ നമ്മൾ ഏറ്റവും പ്രായമായ ആളെയായിരിക്കും നമ്മൾ രക്ഷാധികാരിയായിട്ട് നമ്മൾ നിശ്ചയിക്കുക. അത് വെച്ച് ഈ വർഷം പോകും. ഇനിയിപ്പോൾ മാറ്റം ഉണ്ടെങ്കിലും അതിലും പ്രായമുള്ള ആരെങ്കിലും വന്നാൽ മാത്രമേ രക്ഷാധികാരി മാറുള്ളൂ. അപ്പോൾ ഏറ്റവും 3 മേഖലയിൽ നിന്നും 3 രക്ഷാധികാരി, ഓരോ രക്ഷാധികാരികളെ വെച്ച് നമ്മൾ തിരഞ്ഞെടുക്കും. അതാണ് അതിൻ്റെ ഒരു പ്രവർത്തന രീതി. പിന്നെ ലക്ഷ്യം നമുക്കറിയാം, ഒന്ന് മൂലാധിഷ്ഠിതമായിട്ടുള്ള കൃഷി രീതികൾ, വികസനവും മറ്റുള്ള കാര്യങ്ങൾ, റംബുട്ടാൻ്റെ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. വാണിജ്യം, അതിൻ്റെ വ്യവസായാടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണം, മറ്റു പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കണമെങ്കിൽ കമ്പനികളോ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ സൊസൈറ്റി, കർഷക സൊസൈറ്റികൾ നമുക്ക് രൂപീകൃതമാക്കാനായിട്ട് സർക്കാർ അനുവദിക്കുന്ന അനുമതി ഉണ്ടെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ റംബുട്ടാൻ കർഷകർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും നമ്മുടെ ചിന്തയിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെ ഉദ്ധരിച്ചിരുന്നത്. ഇനി നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇത് വരുത്താം. കാരണം